അല്ല ഞാൻ ചോദിച്ചത് ആർക്കും കാണാം. അല്ല എനിക്ക് സംശയം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം സംശയം വേണ്ട. ആ നമുക്ക് മനം എന്താ പറയുക, റബ്ബിനെ നമ്മൾ എങ്ങനെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യുന്നു അതുപോലെ ഇവരുടെ അടുത്ത് ബഹുമാനം വെച്ച് നമ്മൾ മുഹബത്ത് വെച്ചാൽ നമുക്കും കാണാം. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു. അല്ലാഹുമ്മ ഖംസ മർറ സല്ലി, നമ്മൾ 5 നേരം നിസ്കരിക്കുക. അപ്പോൾ റബ്ബ് നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ഇബാദത്ത് എടുക്കുന്നു. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും റബ്ബ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ റബ്ബ് കാണുന്നില്ലെന്ന് നമ്മൾ കാണാനുള്ള കെപ്പ് ആയിട്ടില്ല. നമുക്കായിട്ടില്ല. നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാണുന്ന രീതി വന്നവര് ദുനിയാവിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് ഖുർആൻ പറയുന്നത്, ഒന്ന് മൂസാ അലൈഹിസ്സലാം ചെറുതായിട്ട് കണ്ടു, ഫുള്ളായിട്ട് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുള്ളായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അല്ലാതെ ആരും കണ്ടിട്ട് പറഞ്ഞില്ല. അത് പറഞ്ഞില്ലെങ്കിൽ ആ റബ്ബ് ഉണ്ടെന്ന് വിശ്വാസമുണ്ട്. അതൊരു കൗതുകം കാണുന്നു, കാണാം, എവിടെയും കാണാം. അവരെ വലിയ നൂറാനിയത്താണ്, പ്രകാശമാണ്. നമ്മുടെ ഇവിടെ വന്ന ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെ വെച്ചാലും അവരെ കാണും. അള്ളാഹുവിന്റെ പേര് അല്ലാതെ റസൂലിന്റെ പേര് ചെയ്യാം. ഹൗദുല്ലാഹിന്റെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അവരെ ശരിക്ക് വെക്കാത്ത മഹാൻ. അവർ ഒരിക്കലും റസൂലുള്ളാഹിക്ക് അപ്പുറത്ത് അവർ കടക്കത്തില്ല. നമ്മൾ വേണമെങ്കിൽ അറിയാതെ ചെയ്തു പോകും. പറയുന്നത് അള്ളാഹുവിന്റെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി പറയുക, അള്ളാഹുടെ നിയത്ത് വയ്ക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക, സലാം പറയുക, ഹൗദിലാണ് മുഹബത്ത് വയ്ക്കുക. ഇതാ ഇസ്ലാം. ഇസ്ലാം. അല്ലാതെ നമ്മൾ ഇവരുടെ അടുത്ത് ഭാഗ്യബോധം അങ്ങനെ നേരത്തെ ചെയ്യുന്നത് ശരിയല്ല. നേരത്തെ ഈമാൻ റബ്ബിനോട്ടായിരിക്കണം. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ മുഹബത്ത് കാണിക്കും. അതാ സത്യം. അപ്പം നമ്മുടെ നീയത്ത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. റബ്ബും അത് അംഗീകരിക്കും. വിധി ഉണ്ടെങ്കിലും മാറ്റും. തഖ്ദീറിൽ ഇല്ലെങ്കിലും മാറ്റിത്തരും. റബ്ബ് മാറ്റാനുള്ള കഴിവ് റബ്ബിനെ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഞങ്ങള് പിന്നെ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഉപദേശം തരാനുള്ളത്? ഞാൻ തരുന്ന ഉപദേശം നിസ്കരിക്കുക. ആദ്യം അല്ലാഹുമ്മ സല്ലി, അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി നിസ്കരിക്കാനാ പറഞ്ഞു, ഇബാദത്ത് ചെയ്യാനാ പറഞ്ഞു. ഇബാദത്ത് ഏറ്റവും എളുപ്പം ഇസ്ലാമിൽ പറയുന്നത് നമാജ, നിസ്കാരമാണ്. അല്ലാതെ ദമം എടുക്കാനും ദിക്റ് ചെയ്യാനും അങ്ങനെ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറച്ചു വെച്ചു. പിന്നെ അവർ ചെയ്തത് അങ്ങനെയാ. എങ്ങനെ ഈ പറഞ്ഞ പോലെ ഇബാദത്ത് ഒരുപാട് ചെയ്ത് നിസ്കാരത്തിൽ തന്നെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എല്ലാ സമയങ്ങളും ഇബാദത്തിൽ മുഴുകിയിരുന്ന മഹാന്മാരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറയപ്പെടുന്ന എല്ലാ ആളുകളും. റൂട്ടുകൾ, ഇത്തരത്തിലുള്ള റൂട്ടുകളൊക്കെ തിരഞ്ഞെടുക്കാൻ നമ്മൾ സാധാരണ നിലയിലുള്ള മനുഷ്യർക്ക് പ്രയാസമാണ്. ഖുർആൻ മനസ്സിലായാൽ മതി. എങ്കിലും അത്തരത്തിലുള്ള റൂട്ടുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു ഈമാനിന് അത്രയും വലിയൊരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാ പവർ തരും. പവർ അല്ലാതെ അല്ലാഹു പറഞ്ഞ നിങ്ങൾ എന്റെ അടുത്ത് എഗ്രിമെന്റ് ചെയ്തോ. അല്ലാഹുമ്മ ബൈതമ്മ ബൈന വഖതായകമ, നിങ്ങൾ ചെയ്യുന്ന പാവത്തിന് വെച്ച് പരിഹാരം തേടി എന്റെ അടുത്ത് വിഭാഗത്തിലോട്ട് അടുക്കുക. വീണ്ടും നിങ്ങൾ പാവം ചെയ്യാതിരിക്കും. അങ്ങനെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഖുർആനാ പറയുന്നത്. ഇന്നിങ്ങനെ അങ്ങനെ വരുമ്പോൾ കയ്യാവും കാലാവും വാക്കാവും സംസാരം ഇങ്ങനെ എല്ലാം ഞാൻ തന്നെ മാറുക.